ഐശ്വര്യ, എന്തോ കാരണം പഠിത്തമൊക്കെ ഞാൻ മനസ്സിലാക്കി. ഇന്നലത്തെ എപ്പിസോഡിൽ ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അശ്വിൻ പറഞ്ഞു ഇങ്ങനെ ബാല്യകാലത്തിലുള്ള കുറേ പ്രശ്നങ്ങളും അതും ഇതൊക്കെ പറഞ്ഞു. സെയിം തന്നെ ആയിരിക്കുമല്ലോ ഐശ്വര്യക്ക്. ഐശ്വര്യയുടെ കാഴ്ചപ്പാട് എന്താണ് ബാല്യകാലത്തെ കുറിച്ച്? ഇല്ല, ഞാൻ ഫുള്ള് ഓക്കെ ആണ്. കാരണം ഞാനും ബ്രദറുമായിട്ട് പിരിഞ്ഞു നിന്നിട്ടുണ്ട്. പക്ഷേ പിരിഞ്ഞു നിന്നിട്ടുണ്ടോ? അതായത് രണ്ടുപേരും രണ്ട് സ്ഥലത്ത്, അത് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ പക്ഷേ എൻ്റെ അപ്പച്ചിയുടെ വീട്ടിലാണ്, എൻ്റെ അമ്മയാണത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ മുഴുവനായിട്ട് ഓക്കെയാണ്. അവിടെ 2 ചേട്ടന്മാരുണ്ട്, ചേച്ചിമാരുണ്ട്, പിള്ളേർ, അച്ഛനമ്മ, അങ്ങനത്തെ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു വന്നത്, കാരണം കുട്ടിക്കാലം അശ്വിനെ പോലെ തന്നെ ഇദ്ദേഹവും വേറെ ഒരു വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ സുഖമായിട്ട് ജീവിച്ചു. അപ്പോൾ ഈ ചേട്ടൻ്റെ വിഷമം എന്തുകൊണ്ട് ഐശ്വര്യ മനസ്സിലാക്കിയില്ല? ഞാൻ വളരെ കുട്ടിയായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനവിടെ ഫുൾ ഓക്കെയാണ്. രണ്ടാമത്തെ കാര്യം സാർ, ആക്ച്വലി ഞാൻ എൻ്റെ വിഷമങ്ങളൊന്നും വേറെ ആരും പറഞ്ഞിട്ടില്ല. ഏറ്റവും വലിയ കാര്യം സാർ, അത് പുള്ളിക്കാരി അറിഞ്ഞത് തന്നെ ഇപ്പോഴാണ്. ഈ ഇടയ്ക്ക് ഞാൻ ഈ റെക്കോർഡ്സ് കിട്ടിയ സമയത്ത്, എൻ്റെ ലൈഫ് സ്റ്റോറി വൈറലായ സമയത്ത് തന്നെ പുള്ളിക്കാരി അറിഞ്ഞ് ഭയങ്കര ഡൗൺ ആയിരുന്നൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. സോ അതുവരെ ഞാൻ ഇതുവരെ എൻ്റെ പ്രശ്നങ്ങൾ ഒരാളും അറിയരുത്. ഇദ്ദേഹം ഈ ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് അമ്മ തിരിച്ചു വന്നത് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഇദ്ദേഹം ഒരു ഗേ ആണെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോഴും ഐശ്വര്യക്ക് എന്തെങ്കിലും വിഷമമോ? ഇല്ല, അതിൽ വിഷമവും തോന്നിയിട്ടില്ല. ഇതിപ്പോൾ 21-ാം നൂറ്റാണ്ടല്ലേ, അപ്പം നമ്മളിതെല്ലാം അക്സെപ്റ്റ് ചെയ്യണം. അത് ഓരോരുത്തരും ഇഷ്ടമാണ്. അതുകൊണ്ട് ഐശ്വര്യയുടെ കൂട്ടുകാരികൾ എന്തെങ്കിലും പറഞ്ഞു അതിനെക്കുറിച്ചല്ലോ? ഇല്ല, എല്ലാവരുടെ സമൂഹത്തിലൊരിത് കാണുമല്ലോ, ഇങ്ങനെയാണോ ചേട്ടൻ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഞാനതിലും ഓക്കെ ആയിരുന്നു. അതിലൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും ജ്യേഷ്ഠൻ്റെ വഴിക്ക് പോട്ടെ. തീർച്ചയായിട്ടും ഐശ്വര്യ ഒരു കല്യാണമൊക്കെ കഴിച്ച് ജീവിക്കണമെന്നാണ് ഐശ്വര്യയുടെ ആഗ്രഹം അല്ലേ? എന്താണ് ഒരു സങ്കല്പം? അങ്ങനെയൊന്നുമില്ല, ജോലി വാങ്ങണം എന്നിട്ട് കല്യാണം മതി എന്നാണ്. എന്തായാലും ഐശ്വര്യയുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. കാരണം വേറൊന്നുമല്ല, ഒരു കയറ്റമുണ്ട്, ഒരു ഇറക്കമുണ്ട്. ഒരു ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റമുണ്ട്. അപ്പം ഐശ്വര്യ കയറ്റത്തിൻ്റെ പടികൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന എല്ലാം വരും. ഇദ്ദേഹം മഹാദേവനെ ഭജിച്ചിട്ട് എല്ലാം നേടിക്കൊടുത്തു. കഴക്കൂട്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാദേവൻ എന്ന് പറഞ്ഞ പോലെ ആരെങ്കിലും ഇല്ല, എനിക്ക് എല്ലാ ദൈവങ്ങളും ഒരുപോലെയാണ്. ആൽക്കെമിസ്റ്റ് എന്ന പുസ്തകം നൽകിയ പ്രചോദനം എന്താണ്? അതെ സർ, ആക്ച്വലി എൻ്റെ അമ്മയെ കണ്ടുപിടിക്കാൻ ഏറ്റവും അധികം സഹായിച്ചൊരു പുസ്തകങ്ങളൊന്നാണ് ആൽക്കെമിസ്റ്റ്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പ്രിയ സുഹൃത്ത് പ്യാരി എന്ന് പറഞ്ഞ സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഞാൻ മാജിക് പ്ലാനിൽ വർക്ക് ചെയ്യായിരുന്നു സർ, ആക്ച്വലി. സോ കഴക്കൂട്ടത്ത് ആ സമയത്ത് പ്യാരി എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ പുസ്തകം വായിക്കാൻ പറയുന്നത്. അങ്ങനെ കുറച്ച് പുസ്തകങ്ങൾ വായിച്ചെങ്കിൽ പോലും പുള്ളിക്കാരി ഈ ഒരു പുസ്തകം എന്നെ സജസ്റ്റ് ചെയ്തു, പൗലോ കൊയ്ലോയുടെ ആൽക്കെമിസ്റ്റ്. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പം ഇതിലെ പൗലോ കൊയ്ലോയുടെ മനോഹരമായ ഒരു വാക്കുണ്ട്: ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ അത് നേടിയെടുത്തിരാൻ വേണ്ടി പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവുന്നു. സോ അതിനെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു സാർ. ആക്ച്വലി ഈ യൂണിവേഴ്സ് നമ്മൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യും, നമ്മളൊരു കാര്യം ആഗ്രഹിച്ച് എങ്ങനെ സപ്പോർട്ട് ചെയ്യും? എനിക്ക് വല്ലാത്തൊരു സംശയമായി. ആക്ച്വലി ഇത് സത്യമാണ്. ആ ഒരു കഥയും അങ്ങനെയാണല്ലോ, ഒരാളൊരു നിധി തേടി പോകുന്നൊരു കഥയാണ്. അപ്പോൾ യൂണിവേഴ്സ് ഓരോ സമയത്തും അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ്. സോ കഥയിൽ അങ്ങനെ സംഭവിക്കുക, എൻ്റെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചുകൂടെ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നു. അങ്ങനെയാണ് സാർ എൻ്റെ അമ്മയെ കണ്ടുപിടിക്കണം എന്നൊരു ആദ്യമായിട്ടൊരു മോഹം എൻ്റെ മനസ്സിലേക്ക്. അതായത് നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എങ്ങനെയും നേടിയെടുക്കും. നല്ല ആഗ്രഹം കേട്ടോ. തീർച്ചയായും അല്ല ഒരുത്തനെ കൊല്ലണം എന്നുള്ള ആഗ്രഹമല്ല, നല്ല ആഗ്രഹം ഉണ്ട് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്താണ് ഈ ആൽക്കെമിസ്റ്റ് എന്നുള്ള പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സഹായിക്കും. അതെ സാർ, അതിനുവേണ്ടിയുള്ള വഴി തുറന്നു തരും. അത് നമ്മുടെ അത്രയും ആത്മാർത്ഥമായിരിക്കണം സാർ. നമ്മളത് നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹം അത്രയും വേണം. എങ്കിൽ നമുക്ക് അതിൻ്റെ എക്സാമ്പിളാണ് സാർ ഞാൻ പറഞ്ഞത്. അതായത് അമ്മയെ കണ്ടുപിടിക്കുന്ന ആഗ്രഹം തുടങ്ങിയ സമയത്താണ് ഞാൻ ഒരു ദിവസം രാവിലെ മാജിക് പ്ലാനിലേക്ക് ഞാൻ കോസ്റ്റ്യൂം എടുക്കാനായിട്ട് വൈകിപ്പോയി. ഞാൻ പെട്ടെന്ന് റൂമിൽ പോയി കോസ്റ്റ്യൂം എടുത്ത സമയത്ത് ഫ്രണ്ടിൽ മാനേജർ നിൽക്കുകയാണ്. ഞാൻ ബാക്ക് വഴി ഓടി കയറുകയാണ് സ്റ്റേജിലേക്ക്. ആ സമയത്ത് സ്റ്റേജിൽ ഫുഡ് കോർട്ട് ഉണ്ടോ സാർ, അവിടെ ഫുഡ് വിളമ്പുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു വന്ദന എന്ന് പറഞ്ഞ ചേച്ചി എന്നെ കാണുകയാണ്. ചേച്ചി എവിടെ പോയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ചേച്ചി എൻ്റെ ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞു, ഞാൻ ലേറ്റായി പോയെന്ന് പറഞ്ഞു. അപ്പോൾ നിന്റെ വീടിന് വിതുരയായിരുന്നു. ഞാൻ പറഞ്ഞു ഇവിടെയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടുകാരൊക്കെ അപ്പോൾ ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഷോ കഴിഞ്ഞു. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ഞാൻ എൻ്റെ കഥ ഇതുപോലെ ഞാൻ എൻ്റെ ചേച്ചിയോട് പറയുകയാണ്. പറഞ്ഞ സമയത്ത് എനിക്ക് ആകെ അറിയാം എൻ്റെ അമ്മയുടെ പേരറിയാം, അമ്മയുടെ പേരറിയാം, വേറൊന്നും അറിയില്ല. ഈ ചേച്ചിയുടെ വീടിനടുത്തായിരുന്നു എൻ്റെ അമ്മയുടെ വീട്. അപ്പോൾ ആ യൂണിവേഴ്സ് കൊണ്ടുവന്ന വഴി നോക്കണം സാർ. ആ കോസ്റ്റ്യൂം എടുക്കാൻ മറന്നു, ഫ്രണ്ടിൽ മാനേജർ, ഞാൻ ബാക്ക് വഴി ഓടിയാണ് ഇവർ കണ്ടത്. നിമിത്തം സാർ. അപ്പോൾ അതുകൊണ്ട് അവിടെ പറഞ്ഞു, അങ്ങനെയാണ് അവർ പറഞ്ഞ് ഞാൻ അന്വേഷിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മയെ കണ്ടുപിടിക്കുന്നത്. തീർച്ചയായും സാർ.